നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, അടുത്ത ദിവസങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില സന്തോഷകരമായ വാർത്തകൾ അഥവാ ചില സന്തോഷ വാർത്തകൾ നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അപ്പോൾ അതെല്ലാം അഥവാ അത് ഏതെല്ലാമാണ് എന്നും എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്നും അറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വർദ്ധിക്കുക. ഓം ഹ്രീം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ, ആ ദേവത ആരാണോ, ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം എപ്രകാരമാണ് എന്ന് നോക്കാം. നിങ്ങളിൽ ഭൂരിപക്ഷം വ്യക്തികൾക്കും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അത് ചെറുതാകാം, അല്ലെങ്കിൽ ചിലർക്ക് വലുതാകാം. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും എന്ന് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സമയം, ഒരുപാട് അവസരങ്ങൾ വന്ന് ചേരുന്ന ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിലും അത് നടക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യം നടക്കാൻ ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ എന്ത് കാര്യം നടക്കുവാൻ പരിശ്രമിക്കുന്നുവോ ആ കാര്യം യൂണിവേഴ്സും ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ആ കാര്യത്തിനായി പരിശ്രമിക്കാനുള്ള മനസ്സും ശക്തിയും എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നു അഥവാ നൽകിയിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈശ്വരാനുഗ്രഹത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം വേഗത്തിൽ തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അകലുകയും ഒന്നിലധികം അവസരങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നു. അതുപോലെ തന്നെ ചില പ്രതിസന്ധികളും ആശങ്കകളും ദുഃഖങ്ങളും നിങ്ങളിൽ പലർക്കും ഉള്ളതായി കാണുന്നുമുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും അത് അധിക സമയം നിലനിൽക്കാൻ സാധിക്കാത്തതായ അവസ്ഥ ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതായ സാഹചര്യം, സന്തോഷവും സങ്കടവുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് കടന്ന് വരുന്നത്. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാറില്ല, അഥവാ നിങ്ങളിൽ പലർക്കും അത്തരത്തിൽ അനുഭവങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും നിങ്ങളിലെ ആ ദുഃഖം മാറാനായിട്ട് നിങ്ങൾ ഈശ്വരനോട് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ തീർച്ചയായും ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകും എന്നിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്.
കാര്യങ്ങൾ അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. വലിയൊരു സന്തോഷവും സമാധാനവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഒരു മനോബലം, ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നതായി കാണുവാൻ സാധിക്കുന്നുമുണ്ട്. അതായത് നിങ്ങൾ വളരെ ദുർബലരായ മനസ്സുള്ളവരാണ് എന്ന് പല വ്യക്തികൾക്കും അറിയാം. പെട്ടെന്ന് വിഷമിക്കുന്നവർ എന്നും എന്തും സഹിക്കാനുള്ള മനസ്സ്, എന്തു തന്നെ പ്രശ്നമാണ് എങ്കിലും അത് സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതായത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അത് മനസ്സിലിട്ട് ചിന്തിച്ച് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുകയും ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത്തരം സാഹചര്യങ്ങളും നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെയാകാം. അത്തരത്തിലുള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനേയും സഹിക്കാൻ പറ്റുന്ന, എന്തിനേയും മറികടക്കാനും ഉൾക്കൊള്ളാനും നേരിടാനുമുള്ള ആ ഒരു തന്റേടം, മനോബലം, ധൈര്യം ഇവയൊക്കെ നിങ്ങളിൽ വന്ന് ചേരുന്നതായി ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അതുപോലെ നിങ്ങളിൽ പലരിലും നിങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ മുൻപ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചില മുറിവുകളെല്ലാം ഇപ്പോഴും മനസ്സിനെ അലട്ടുന്നതായി ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അതായത് മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാരണമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് വളരെ വലിയ മാനസിക ആഘാതം തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നു. അതിൽ നിന്നൊക്കെ കുറെയൊക്കെ പുറത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ട് മറക്കാനാവാത്ത ചില ഓർമ്മകൾ, കാര്യങ്ങൾ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ നൽകുന്നതായ സന്ദേശം എന്തെന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ, നിങ്ങളുടെ മുൻപിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന് തന്നെയാകുന്നു. അതിനാൽ നഷ്ടപ്പെട്ടു പോയതായ ആ അവസരത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാലും മറ്റുള്ളവരാൽ ഉള്ള പ്രശ്നങ്ങളാലും നിങ്ങൾക്ക് ചില ഓർമ്മകൾ മനസ്സിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. അത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അത്തരം ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ സങ്കടത്തിൽ ആക്കുവാനും മറ്റുള്ളവരോട് ദേഷ്യം, വൈരാഗ്യം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം ഓർമ്മകളെ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം, പ്രയോഗിക്കണം എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായി ബുദ്ധിപരമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ചിന്തകളെ, സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ നാം തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. മാർഗങ്ങൾ തുറന്നു നൽകി നിങ്ങളെ സഹായിക്കും എന്ന് തന്നെ കാണുന്നു. അതേപോലെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേകമായ കഴിവുള്ളവരായി കാണുന്നു. വിശാലമായ മനസ്സിന് ഉടമകളാണ്. നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. കലാപരമായുള്ള കഴിവുകൾ പ്രചോദനപ്പെടുത്തുവാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. അഥവാ അത്തരത്തിലൊരു സമയം തന്നെയാണ് ഇത് എന്ന് തന്നെ പരാമർശിക്കാം.
നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് നിങ്ങൾ എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന നെഗറ്റീവായ ചിന്തകളെയും വെല്ലുവിളികളെയും വിട്ടുകളഞ്ഞ് മറികടന്ന് ഏറ്റവും ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. വളരെ ശക്തമായിട്ടുള്ള മാറ്റം നിങ്ങളിലേക്കും നിങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിലേക്കും വന്നു ചേരാനായി പോകുന്നു. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ദിവസങ്ങൾ തന്നെയാണ്, അഥവാ വളരെ പ്രതീക്ഷ നൽകുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് സന്ദേശം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് പോസിറ്റീവായ ചിന്താഗതിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.